എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി എന്നെ ഉപദ്രവിക്കരുത്. ഇരിക്കണമെന്നും അല്ല ഞാൻ. ഒരു പെണ്ണിനെ ഇതിലും കൂടുതൽ എങ്ങനെയാ ദ്രോഹിക്കുക? പ്ലീസ്, ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടൂ. ലതയ്ക്ക് ഇത്രമാത്രം പ്രയാസം ഉണ്ടാക്കിയതിൽ എനിക്ക് വിഷമമുണ്ട്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പോൾ നിങ്ങൾ എന്റെ മേലധികാരിയാണ്, സമ്മതിച്ചു. പക്ഷേ ഈ എന്നെ വിലക്കെടുക്കാമെന്ന് കരുതണ്ട. ക്ഷമിക്കൂ. ഞാൻ കൂടെ തന്നത് ലതികയെ ഇത്രമേൽ അസ്വസ്ഥയാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മറ്റുള്ളവരുടെ വികാരം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ... ഞാനൊന്നും പറയുന്നില്ല. ലതികയെ, ഞാൻ നിന്റെ മേലധികാരി എന്നതിൽ കവിഞ്ഞ് ഒരു പുരുഷനാണ്. നീ ഇപ്പൊ എന്തോ പറയാമെന്നല്ലോ, അതെനിക്കറിയാം. പക്ഷേ ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. അത് ശരി. അപ്പൊ തെറ്റെന്റേതാണ്. ക്ഷമ ചോദിക്കേണ്ടത് ഞാനും. ക്ഷമിച്ചിരിക്കുന്നു പോലും. ഞാൻ ചെയ്ത തെറ്റ് നിനക്കെന്തോട് ക്ഷമിച്ചൂടാ? എന്റെ തെറ്റിനുള്ള ഏക പരിഹാരമാകാൻ ഞാൻ പറഞ്ഞു. കഴിഞ്ഞെല്ലാം മറന്ന് ലതികയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ എന്നെ അനുവദിക്കൂ. സാധ്യമല്ല. എനിക്ക് ലതികയെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ നിങ്ങളെ വെറുക്കുന്നു. ഈ മുഖം ഒരിക്കലും കാണേണ്ടി വരരുതെന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ. വീണ്ടും കാണേണ്ടി വന്നല്ലോ, അതും തീരെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വെച്ച്. നീ എന്റെ ഭാര്യയാണെന്ന് ഞാൻ പരസ്യമായി പറയാൻ പോവാൻ. പറയൂ. ആ നിമിഷം ഞാൻ ഇല്ലാതാവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്റെ ശരീരമില്ലേ, അതിനാവശ്യക്കാർ ധാരാളമുണ്ട്. നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാനിത് പരസ്യമായി വിൽക്കും.